വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു വർക്ക് കഴിഞ്ഞ് ആ നല്ല പൊരി വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, നമുക്കിന്ന് നെട്ടയിലൊന്ന് ഫുഡ് കഴിച്ചാലൊന്ന്. അപ്പോൾ ഞാനും കരുതി എന്തായാലും അയക്കാം. ഞങ്ങളുടെ ട്രിവാൻഡ്രം ജില്ലയിലെ വെള്ളറടയ്ക്കടുത്തുള്ള നെട്ട എന്ന് പറയുന്നൊരു പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ലൊരു വലിയ അണക്കെട്ടുണ്ട്. അപ്പോൾ ആ അണക്കെട്ടിൻ്റെ പ്രകൃതി ഭംഗി ചെറിയ രീതിയിലൊക്കെ പിടിക്കാൻ പറ്റുള്ളൂന്നെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അവിടെ തന്നെ സൈഡോരങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഒരു ഹോട്ടലെന്ന് തന്നെ പറയാം. അവിടുത്തെ ഹോട്ടൽ എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറുള്ള ചെറിയ ചെറിയ കടകളാണ്. അവിടെ നമുക്ക് കപ്പയും തലക്കറിയും പിന്നെ പുഴമീനും ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് പോർഷനിൽ കുറച്ച് നേരം നിർത്തി അതിൻ്റെ കുറച്ച് വ്യൂസ് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് കരുതി. നിറയെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാടിടത്തൊന്നും നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഭാഗങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സായി ഹോട്ടലാണ് കണ്ടെത്തിയത്. ഞങ്ങൾ ഇതിന് മുന്നേയും ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ സായി ഹോട്ടലിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഫിഷൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാം. ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് ഈ 2 ഐറ്റം മീനുമായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഇത് നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്തിട്ട് വന്നവരും ഉണ്ട്, അവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ മീനായിരുന്നു ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്കിള് പറയാണ് എന്നെ കൂടെ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിപ്പിച്ച് നിങ്ങൾ ഒന്ന് ഫേമസ് ആക്കി അയക്കണമെന്നൊക്കെ പറയുകയാണ് ഫോട്ടോ എടുത്തപ്പോൾ. അങ്ങനെ ഇതുവഴി കടയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്ന വഴിക്ക് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് അവർ ആ ചെറിയ ഹോട്ടലിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ വാങ്ങിച്ച ഫുഡ് ഇതായിരുന്നു, കപ്പയും പിന്നെ പൊരിച്ച പുഴമീനും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൈയൊക്കെ വാഷ് ചെയ്ത് ഇറങ്ങിയ ടൈമിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും സാരാക്കാതെ അവിടെ നിന്ന് പ്രകൃതി രമണീയമായ ഈ സ്ഥലമൊന്ന് നന്നായിട്ട് ആസ്വദിക്കുകയായിരുന്നു. കണ്ടോ, അപ്പോൾ പുഴയ്ക്ക് അപ്പുറത്തൊരു ആനയാണ് അവിടെ നിൽക്കുന്നത്. ആ ആനക്കുട്ടനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് അവനെ കുളിപ്പിച്ച് ഒരുക്കി ഇതാ കൊണ്ടുപോകുന്നുണ്ടോ. എന്നിട്ട് ഞങ്ങൾ കരുതി എന്തായാലും ആനക്കുട്ടനെ അവിടെ എവിടെയെങ്കിലും വഴിയിൽ അവിടെ എവിടെയെങ്കിലും അവർ നിർത്തും. ഞങ്ങൾ അവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി പുഴമീൻ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സായി ഹോട്ടലിൽ പോയിക്കോ.